വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ തയ്യാറായിരിക്കുകയാണ് മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. നവകേരള സദസ്സിലൂടെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്ത് കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ പേരിൽ ഇടതുപക്ഷത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരിക്കുകയാണ് പിണറായി സർക്കാർ. BJP ക്രിസ്തീയ ഭവനങ്ങൾ സന്ദർശിച്ച് ന്യൂനപക്ഷങ്ങളെ തങ്ങളോടൊപ്പം അടുപ്പിച്ച് ശക്തരായ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സജ്ജരാകുന്നു. കോൺഗ്രസ് സമരങ്ങളിലൂടെ മുൻപന്തിയിലേക്ക് വരാൻ ശ്രമിക്കുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയതുമായി ബന്ധപ്പെട്ടവരെ ക്രൂരമായി മർദ്ദിച്ചതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ നടത്തിയ വലിയ പ്രക്ഷോഭകരമായ സമരത്തിന് ശേഷം തുടർന്ന് വീണ്ടും സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് നേതാക്കന്മാർ. അതിന്റെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ജനകീയ പ്രക്ഷോഭ യാത്രയായ സമരാഗ്നി ആരംഭിക്കുകയാണ് കോൺഗ്രസ്. ജനുവരി 21-ാം തീയതിയാണ് യാത്ര ആരംഭിക്കുക. KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീഷനുമാണ് യാത്ര നയിക്കുക. കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിക്കുന്ന യാത്ര തിരുവനന്തപുരത്താണ് അവസാനിക്കുക. ഫെബ്രുവരി 25-ാം തീയതി തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം നടക്കും. ജനുവരി 7-ാം തീയതി വണ്ടിപ്പെരിയാറിൽ ക്രൂരമായ പീഡനത്തിന് ഇരയായി മരണപ്പെട്ട പെൺകുട്ടിക്ക് നീതി ലഭിക്കണം, പ്രതിക്ക് ശിക്ഷ ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ജനകീയ കൂട്ടായ്മ മറ്റൊരു ഭാഗത്ത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ. അങ്ങനെ സജ്ജമായ സമരങ്ങൾ കൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേർക്കുനേർ എതിരിടുവാൻ തയ്യാറാവുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് വിരുദ്ധമായ ഒരു ജനവികാരം നിലവിൽ കേരളത്തിലുണ്ട്. അത് ഗുണപ്രദമാക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായി സർക്കാർ ചെയ്തിട്ടുള്ള അനീതികൾ, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഴിമതികൾ, അക്രമങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ട് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ശക്തമായ സമരമുഖങ്ങളിലൂടെ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനകോലുവിന്റെ കണക്ക് പോലെ 20-ൽ 20 സീറ്റുകളും നേടിക്കൊണ്ട് മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരിക എന്ന തന്ത്രപരമായ നീക്കമാണ് കോൺഗ്രസ് ഇവിടെ എടുക്കുന്നത്. ദേശീയ നേതൃത്വത്തിൽ ഇന്ത്യ എന്ന മഹാസഖ്യത്തോടൊപ്പം കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന ആഗ്രഹത്തിന് അടിത്തറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമരമുഖങ്ങളിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുന്നത്. നവകേരള സദസ് പോലെ 140 മണ്ഡലങ്ങളിലൂടെയാണ് ഈ യാത്ര നടക്കുന്നത്. 140 മണ്ഡലങ്ങളിലൂടെയും പോയി സർക്കാരിനെതിരായി സർക്കാരിന്റെ അഴിമതികൾ, സർക്കാരിന്റെ അക്രമങ്ങൾ, സർക്കാരിന്റെ കെടുകാര്യസ്ഥത ഇവയെല്ലാം എണ്ണി പറഞ്ഞ് 20-ൽ 20 നേടുക എന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം. നവകേരള സദസ്സിനോട് കിടപിടിക്കുവാൻ ജനകീയ വിചാരണ സദസ്സ് നടത്തിയ കോൺഗ്രസ് അമ്പെ പരാജയപ്പെടുന്ന തരത്തിലേക്കായിരുന്നു പല മണ്ഡലങ്ങളിലും ഉണ്ടായിരുന്ന കാഴ്ച. CPM-നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ കേന്ദ്ര സംവിധാനത്തിന്റെ പുറത്ത് കൃത്യമായ അച്ചടക്കത്തോടു കൂടി നടത്തുന്ന പരിപാടികൾ ഒരുപക്ഷെ നവകേരള സദസ്സിന് പല മണ്ഡലങ്ങളിൽ നിന്നും മോശകരമായ പല അഭിപ്രായങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ നവകേരള സദസ്സ് എന്തിനു നടത്തി എന്ന ഒരു ചോദ്യം ഉയരുന്നു എന്നിരുന്നാൽ പോലും കൃത്യമായ അച്ചടക്കത്തോടു കൂടി നടത്തിയ നവകേരള സദസ്സിനോട് കിടപിടിക്കുവാൻ കോൺഗ്രസിന്റെ സമരാഗ്നിക്ക് സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേതാക്കന്മാർ തമ്മിലുള്ള പോർവിളികളില്ലാതെ കൃത്യമായ അച്ചടക്കത്തോടുകൂടി സർക്കാരിനെതിരായുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, സർക്കാരിനെതിരായുള്ള ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ, സർക്കാർ സ്വീകരിച്ച ജനവിരുദ്ധപരമായ നിലപാടുകൾ ഓരോന്നും എണ്ണി പറയുമ്പോഴും സ്വന്തം പാർട്ടി നടത്തുന്ന യാത്ര കൃത്യമായി അച്ചടക്കത്തോടു കൂടി നടത്തുവാൻ കോൺഗ്രസിന് സാധിക്കണം.